ഫാദർ മാത്യു കൂടി ചേരുകയാണ് നമ്മോടൊപ്പം. ഫാദർ, ഇവിടെ കാണേണ്ട ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ജനകീയനായി മറ്റ് സമൂഹങ്ങളിലൊക്കെ സ്വീകാര്യനായി ഒരു ഹൃദയപക്ഷ നിലപാടുകളൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്ന വലിയ സ്വീകാര്യനായ പാപ്പ. ആ പാപ്പയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 267 പാപ്പയായി ലിയോ 14 എത്തുന്നത്. എങ്ങനെയാണ് കാണുന്നത്? കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, പുറത്ത് ലോകത്തെ സംബന്ധിച്ചു കൂടി. കാരണം സമാധാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. തീർച്ചയായിട്ടും ഓരോ കാലത്തിനും ഇണങ്ങിയ കാലത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അജഗണത്തെ നയിക്കാൻ കഴിയുന്ന ഒരു പാപ്പയെ ഓരോ കാലത്തും കൃത്യമായി യേശുക്രിസ്തു നൽകുന്നുണ്ട്. ഏറ്റവും നല്ല തെളിവാണ് ആധുനിക കാലത്ത് സഭയെ നയിച്ച ഓരോ മാർപ്പാപ്പമാരുടെ അജപാലന ആഭിമുഖ്യങ്ങൾ, അജപാല ശുശ്രൂഷകളുടെ വൈവിധ്യങ്ങൾ, വ്യത്യസ്തതകൾ, അതിന്റെ മനോഹരമായ ശ്രേഷ്ഠമായ ഭാവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാവും. തീർത്ഥാടകനായ പാപ്പയായിട്ടാണ് ജോൺ 12 പാപ്പയെ ലോകം തിരിച്ചറിഞ്ഞത്. സമാധാനത്തെ ദൂതുമായി ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു പാപ്പ. അതിനുശേഷം വരുന്ന ബെനഡിക്ട് 16 പാപ്പ, അദ്ദേഹം അധികം യാത്രകൾ ചെയ്തില്ല. പക്ഷേ സഭയുടെ പ്രബോധനം ലോകമെങ്ങും കൃത്യമായി, അന്യൂനമായി, അവികലമായി നൽകുവാൻ ഏറ്റവും നന്നായി അധ്വാനിച്ചൊരു പാപ്പയാണ്. കാരണം അദ്ദേഹം അടിമുടി ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ കൃത്യമായി നൽകാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ പിന്നീട് വരുന്ന ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം കുറെ കൂടി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നൊരു പാപ്പയാണ്. അപ്പം കുറെ കൂടി ക്രിസ്തുവിനെ സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. ക്രിസ്തുവിനെ സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി എല്ലാവർക്കും സംലഭ്യനാക്കി, എല്ലാവർക്കും ക്രിസ്തുവിനെ സന്ദേശം നൽകാനായിട്ട്. അത് ഏറ്റവും പാവപ്പെട്ടവർക്ക്, ഒഴിവാക്കപ്പെട്ടവർക്ക്, അവഗണിക്കപ്പെട്ടവർക്ക്, സഭയുടെ മുഖ്യധാരയിൽ നിന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്കൊക്കെ ക്രിസ്തുവിന്റെ സമാധാനം നൽകാനായിട്ട് പാപ്പ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ലിയോ 14 പാപ്പയുടെ ഊഴമാണ്. പാപ്പയുടെ തുടക്കം തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് സമാധാനം, അത് അദ്ദേഹത്തിലൂടെ ക്രിസ്തു തന്നെയാണ് സംസാരിച്ചത്. ഉത്തിതനായ ക്രിസ്തുവിന്റെ ആ സമാധാന ആശംസ ജീവിക്കുന്ന ദൈവപുത്രൻ എന്നാണല്ലോ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ക്രിസ്തുവിന്റെ സമാധാന ദൂതനായിട്ടാണ്, ഈ ഭൂമിയിലെ ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഓരോ പാപ്പയും വരുന്നത്. അങ്ങനെയാണ് ആ സ്ഥാനത്തിന്റെ ഔന്നത്യം എന്ന് പറയുന്നത്. അപ്പോൾ സമാധാനം എത്രയോ അനിവാര്യമായിരിക്കുന്ന കാലത്ത്, കാരണം പാപ്പ 8-ാം തീയതി വരുമ്പോഴത്തേക്കും ലോകം യുദ്ധത്തിന്റെ വക്കിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമാനമായ സാഹചര്യം ഇപ്പൊ അതെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ പക്ഷെ ഗാസയിലെ വിഷയങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. യുക്രൈൻ റഷ്യൻ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ യുദ്ധസമാനമായ ഒരു കാലത്ത് ഈ പാപ്പ വരുമ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നു. അത് തന്നെ കാലം ആവശ്യപ്പെടുന്ന ദൗത്യമല്ലേ? കാലം ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കാലവും ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്ന ദൗത്യം, ശുശ്രൂഷ, അജപാലന ആഭിമുഖ്യങ്ങൾ ഓരോ പാപ്പയും നൽകിയിട്ടുണ്ട്. അത് സഭയുടെ ദൗത്യമാണ്, ക്രിസ്തുവിന്റെ ദൗത്യമാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരിടയനായിട്ട് ചില ദൗത്യം. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്ത പേര് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒട്ടും യാദൃശ്ചികമല്ല. പേരെന്നാൽ ഒരു പെരുമാറ്റം കൂടിയാണ് ലോകത്തെ പഠിപ്പിച്ച പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. അപ്പോ പേരെന്നാൽ പെരുമാറ്റം. കാരണം തന്റെ അജപാല രീതികൾ എന്തായിരിക്കണം, തന്റെ ഫോക്കസ് എന്തായിരിക്കണം, തന്റെ ഊന്നൽ എന്തായിരിക്കണം എന്ന് ഈ പേര് സ്വീകരിക്കുന്നതിലൂടെ ഓരോ പാപ്പയും ലോകത്തെ അറിയിക്കുന്നുണ്ട്. ആ ഫ്രാൻസിസ് പാപ്പ പിന്നെ ക്രിസ്തുവിന്റെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിനെ തന്റെ വലിയ മാതൃകയും പ്രചോദനമായി പിന്നെ ബർഗോളിയോ കാർഡിനൽ ഏറ്റെടുത്തപ്പോൾ ലോകം അതിശയിച്ചു പോയി. എന്തുകൊണ്ടാണ് ഈ പേര് ഇതുവരെ ഒരു പാപ്പയും എടുക്കാത്തൊരു പേര്? കാരണം ആലങ്കാരികമായി പറഞ്ഞ ഒരു ഭാരമുള്ള പേരാണത്. ഭാരമുള്ള പേരാണ്. കാരണം ആ ദൗത്യം അത്രമേൽ ഭാരമുള്ളതാണ്. അപ്പം ഫ്രാൻസിസിന്റെ ലാളിത്യം, ഫ്രാൻസിസിന്റെ കരുണ, ഫ്രാൻസിസിന്റെ പിന്നെ സ്നേഹ ശുശ്രൂഷ ശൈലി, അത് ആണ് അദ്ദേഹം ഏറ്റെടുത്തത്. അതാണ് ലോകത്തോട് അദ്ദേഹം നിരന്തരം പങ്കുവച്ചത്. ഇപ്പോൾ ലിയോ 14 പാപ്പ, ലിയോ 13 പാപ്പായുടെ ആദർശത്തെ, ചൈതന്യത്തെ, പാവപ്പെട്ടവരുള്ള അദ്ദേഹത്തിന്റെ അനുഭവമായ ആഭിമുഖ്യത്തെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ആ പേര് സ്വീകരിക്കുന്നത്. റെയ്രും നൊവാരും എന്ന ആ വിശ്വപ്രസിദ്ധമായ ചാക്രിക ലേഖനത്തിലൂടെ ലിയോ 13 പാപ്പ ലോകത്തോട് പറഞ്ഞത് എന്താണ്? മനുഷ്യത്വമാണ് പ്രധാനം. മനുഷ്യപ്പറ്റുള്ള ഒരു സമൂഹത്തെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. അപ്പോൾ
ക്യാപിറ്റലിസം അല്ല, പിന്നെ തൊഴിലാളി വർഗ സിദ്ധാന്തമല്ല, അതിൻ്റെയൊക്കെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യത്വത്തെ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് പുനഃപ്രതിഷ്ഠിച്ച ആളാണ് ലിയോ 13. ആ ശൈലിയിലേക്കാണ് ലിയോ 14 കടന്നു വരുന്നത്. അതുകൊണ്ട് ലോകത്ത് ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒത്തിരി പ്രതീക്ഷയുണ്ട്. കാരണം ഈ തൊഴിലാളി വിഭാഗം, അധ്വാനിക്കുന്ന ജനവിഭാഗം ഒരുപാട് അവഗണിക്കപ്പെടുന്ന ചങ്ങാത്തി മുതലാളിത്തം അധികാരത്തിലേറുന്ന പുതിയ കാലത്ത്, അപ്പോൾ ട്രംപിന്റെ നാട്ടിലെന്നും ചങ്ങാതിത്വ മുതലാളിത്തം അധികാരത്തിലേറുന്ന ഈ കാലത്ത് ട്രംപിന്റെ നാട്ടിലെന്നും അതിനെതിരെ ഒരു സ്വരം ഉയരുന്നു. അതാണ് ദൈവത്തിന്റെ തീരുമാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. തീർച്ചയായും വളരെ നന്ദി ഫാദർ മാത്യു. ഫാദർ മാത്യു ആണ് ഈ സംഭവം. ഇപ്പോഴത്തെ പാപ്പയിൽ വലിയ പ്രതീക്ഷയാണ്. അത് ഒരു പ്രത്യേക ശൈലി. കാരണം കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ള ഒരു വലിയ പ്രത്യേകത എപ്പോഴും ആധുനികതയ്ക്കനുസരിച്ച് മാറാനും പരിഷ്കരിക്കാനുമുള്ള ഒരു വലിയ എഫർട്ട് ഈ സഭയിൽ കാണാറുണ്ട് പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ. അത് സാധ്യമാക്കി അതിൻ്റെ ഗംഭീരമായ ഭാവത്തിലേക്ക് പോകാൻ ഈ പാപ്പയ്ക്കാകുമെന്ന് തന്നെയാണ് ശ്രീ മാത്യൂസും പങ്കുവെക്കുന്നത്.